Hello മക്കളെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് PYQs ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഹാർട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ഇപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, കാരണം ഇത് ലാസ്റ്റ് മിനിറ്റിൽ വെരി യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ 3 മാർക്സിന്റെ മാർച്ച് 2019 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഒബ്സർവ് ദ ടേംസ് ഗിവൻ ബിലോ. സൈലം, റൂട്ട് ഹെയർ, സ്പിറ്റ്സ്, ടൊമാറ്റോ, കാമ്പിയം, ബുള്ളിഫോം സെൽസ് ഇത്രയും തന്നിട്ടുണ്ട്. ഫ്രം ദിസ് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സ്ട്രക്ചർ സീൻ ഇൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർ, അതായത് ഏറ്റവും പുറമേ ഉള്ള ഔട്ടർ കവറിംഗ് ആണ് എന്ത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്ന ആളാണ് റൂട്ട് ഹെയർസ് അല്ലെ. എപ്പിഡെർമൽ അപ്പൻഡേജസിൽ വരുന്ന ഒരാളാണ് റൂട്ട് ഹെയർസ്. അതേപോലെ പിന്നെ നമ്മുടെ എപ്പിഡെർമസിൽ കാണുന്ന ഒരു അപ്പേർച്ചർ അല്ലെ, അതാണ് എന്ത് നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ദെൻ ബുള്ളിഫോം സെൽസ് വിച്ച് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് സീൻ ഇൻ ദ ലീഫ് അല്ലെ. ലീഫിന്റെ എപ്പിഡെർമസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാർജ് എംപ്റ്റി ബുള്ളിഫോം സെൽസ് ആണ് അല്ലെ. യെസ്, അപ്പൊ ഇതൊക്കെ ഇതിൽ വരും, നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരും. ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ബുള്ളിഫോം സെൽസ് മാത്രമാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാതെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണെന്നുള്ളത്. Then the opening and closing of stomata is aided by the peculiarities of bean shaped guard cells അല്ലെ. അപ്പൊ നമ്മളെ ഗാർഡ് സെൽസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബീൻ ഷേപ്ഡ് ആയിട്ടാണ് നമ്മളെ ഗാർഡ് സെൽസ് ഉള്ളത്. അതിന്റെ ഇന്നർ വാൾസ് അല്ലെ, ഇന്നർ വാൾസ് എന്തായിരിക്കും, കുറച്ചും കൂടി തിക്കൻഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് എന്ത് കാണാം, നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റുകളും നമ്മുടെ ഈ ഒരു ഗാർഡ് സെല്ലിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. യെസ്, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗാർഡ് സെല്ലിന്റെ പെക്യുലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. Then fill in the blank. Epidermal hairs on the stem of certain plants. നമ്മുടെ സ്റ്റെമ്മിൽ കാണുന്ന എപ്പിഡെർമൽ അപ്പൻഡേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്, ട്രൈക്കോംസ് ആണ് അല്ലെ, ട്രൈക്കോംസ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, നമ്മുടെ സൈലത്തിനെ രണ്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്താൽ പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് പ്രൈമറി സൈലവും സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് നമുക്ക് എന്തുണ്ട്, സെക്കൻഡറി സൈലം ഉണ്ട് അല്ലെ, സെക്കൻഡറി സൈലം ഉണ്ട്. ഇനി നമ്മൾ പ്രൈമറി സൈലത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന പ്രൈമറി സൈലത്തിനെയാണ് പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവുന്ന പ്രൈമറി സൈലത്തിന് നമ്മൾ എന്താ വിളിക്കുക, മെറ്റാസൈലം എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. യെസ്, ഇനി നമ്മൾ ഈ പ്രോട്ടോസൈലം എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഉള്ളോട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ, ടുവേർഡ്സ് പിത്ത് ആണെങ്കിൽ നമ്മൾ അതിന് എൻഡാർക്ക് കണ്ടീഷൻ എന്ന് പറയും. ടുവേർഡ്സ് പെരിഫറി ആണെങ്കിൽ എക്സാർക്ക് കണ്ടീഷൻ എന്ന് പറയും. എക്സാർക്ക് നമ്മൾ RDX സിനിമ ആലോചിക്കുക. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ ആർ അല്ലെ, RDX എന്നാണ്. അപ്പൊ ആറും എക്സും ഒന്നിച്ചാണ് വരുന്നത് അല്ലെ. അപ്പൊ എക്സാർക്ക് കണ്ടീഷൻ എവിടെയാ കാണാം, R4 റൂട്ടിലാണ് കാണാം. എൻഡാർക്ക് കണ്ടീഷൻ നമുക്ക് സ്റ്റെമ്മിലാണ് കാണാം. ഓക്കെ, റെഡി അല്ലേ. നെക്സ്റ്റ്, suggest a method for identification of stem and root in plants based on the arrangement of protoxylem എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോ അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം, നമ്മളുടെ പ്രോട്ടോസൈലം രണ്ട് രീതിയിലുണ്ട് അല്ലെ. ടുവേർഡ്സ് പിത്ത് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ്, ടുവേർഡ്സ് പിത്ത് ആണെങ്കിൽ അത് എൻഡാർക്ക് കണ്ടീഷൻ ആണ്. എൻഡാർക്ക് കണ്ടീഷൻ ആണ് എവിടെയാ കാണാ, സ്റ്റെമ്മിലാണ് കാണാം അല്ലെ. നെക്സ്റ്റ്, നമ്മളെ പ്രോട്ടോസൈലം ടുവേർഡ്സ് പെരിഫറി ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എക്സാർക്ക് കണ്ടീഷൻ. എക്സാർക്ക് കണ്ടീഷൻ എവിടെയാ കാണുക, റൂട്ടിലാണ് കാണുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെമ്മും റൂട്ടും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഹൗ ഡു കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ഡിഫർ ഫ്രം റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് എന്നാണ് ചോദിച്ചത്. അതായത് കൺജോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സൈലവും ഫ്ലോയും, ഇത് സൈലവും ഇത് ഫ്ലോയും ആണെങ്കിൽ ഇതിങ്ങനെ ഒന്നിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. ഇനി അതല്ല, നമ്മളുടെ റേഡിയൽ വാസ്കുലർ ബണ്ടിലാണെങ്കിൽ ഇവിടെ സൈലത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഫ്ലോയും വേറെ റേഡിയസിലായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഡിഫറെന്റ് റേഡിയസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിഫറെന്റ് റേഡിയസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കും. റേഡിയൽ ആണ്, അപ്പൊ റൂട്ടിലാണ് റേഡിയൽ കാണാൻ ആലോചിച്ച് വെക്കുക. കൺജോയിന്റ് ഒന്നിച്ചിരിക്കുന്ന എവിടെയാണ്, നമ്മളെ സ്റ്റെമ്മിലും അതേപോലെ ലീഫിലുമാണ് നമുക്ക് എന്ത് ചെയ്യുക, കാണാൻ പറ്റുക. ഓക്കെ, സ്റ്റെമ്മിലും ലീഫിലും ഇവിടെ എന്തായിരിക്കും, സെയിം റേഡിയസിലായിരിക്കും നമുക്ക് സൈലത്തിനെയും ഫ്ലോയത്തിനെയും കാണാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് എൻഡാർക്ക് ആൻഡ് എക്സാർക്ക് സൈലം ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വൺ എന്ത് പറയാം, ഇത് നമ്മുടെ റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ഓക്കെ, ആൻഡ് ഇതെന്താ, നമ്മളുടെ കൺജോയിന്റ് ആണ്. കൺജോയിന്റ് ഓപ്പൺ ആണ്. ഓക്കെ, നമുക്ക് കാമ്പിയം കാണാൻ പറ്റുന്നതുകൊണ്ട് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. ഈ ലാസ്റ്റ് കാണുന്നത് ആരാ, നമ്മളുടെ റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ഡിഫറെന്റ് റേഡിയസിൽ നമുക്ക് സൈലവും ഫ്ലോയും കാണുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ. നെക്സ്റ്റ്,
ചൂസ് ദ കറക്റ്റ് ആൻസർ. വാസ്കുലർ ബണ്ടിൽസ് വിച്ച് ഹാവ് കാമ്പിയം ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം നമ്മൾ എന്താ വിളിക്കുക? ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഇതിനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക, ഫ്ലോയം എപ്പോഴും മണ്ടയ്ക്ക് കയറിയിരിക്കുന്ന ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഫ്ലോയം മേലെ, സൈലം താഴെ. ഇത് ഫ്ലോയം, ഇത് സൈലം, ഇത് കാമ്പിയം. ഓക്കെ, റെഡി അല്ലേ? യെസ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ അത്. ഇനി നമ്മളുടെ റൂട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റൻ ആണ്. സോ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ്, റൂട്ടാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ കാസ്പേരിയൻ സ്ട്രിപ്പ് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടാണ്. ഇവിടെ ആകെ ഒരു റൂട്ടേ ഉള്ളൂ, അത് ഏതാണ്? ഡൈക്കോട്ട് റൂട്ട്. ഇനിയിപ്പോ മോണോക്കോട്ട് റൂട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം. കാസ്പേരിയൻ സ്ട്രിപ്പ് ഇസ് കോമൺ ഇൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. ഇനി fill in the blank all the tissues on the inner side of endodermis together constitute. എപ്പോഴും ചോദിക്കുന്ന ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റീൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇതും സ്റ്റീൽ. Ready? Next നോക്കിയോ. The following are the characters of dicot stem and monocot stem. Identify the characters and write in the appropriate column എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ക്ലീറൻ കൈമാറ്റിസ് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി മിസ് ഒരു കോഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SM സ്ട്രീറ്റിൽ പോയി CD വാങ്ങിച്ചു അല്ലെ. അപ്പൊ സ്ക്ലീറൻ കൈമാറ്റിസ് ഹൈപ്പോഡെർമിസ് നമുക്ക് ഏതിലെ കാണാം? മോണോക്കോട്ട് സ്റ്റെമ്മിലാണ് കാണാം. ഓക്കെ, മോണോക്കോട്ട് സ്റ്റെമ്മിലാണ് കാണാം. കോളൻ കൈമാറ്റിസ് ഹൈപ്പോഡെർമിസ് കാണാം ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. ഇനി വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ് ആയിട്ട് കാണുന്ന എവിടെയാ? മോണോക്കോട്ട് സ്റ്റെമ്മിലാണ്. വാസ്കുലർ ബണ്ടിൽസ് റിംഗ് പോലെ കാണുന്നത് ഏതാ? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഗിവൺ ബിലോ ആർ സം ക്യാരക്ടേഴ്സ് ഓഫ് ഡൈക്കോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റെം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അപ്പൊ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് കണ്ടാൽ നമുക്ക് അത് റൂട്ട് ആണെന്ന് അറിയാം. റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റെം ആണെന്ന് അറിയാം. കാരണം ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഏറ്റവും വലിയ ക്യാരക്ടർ ആണ് എന്ത്? നമ്മളുടെ റിംഗ് അറേഞ്ച്മെന്റ്. കാരണം വലിയ ലാർജ് പിത്ത് ഉണ്ട്. മിസ്റ്റർ ദാസ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മോണോക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് സ്റ്റെമ്മും മിസ്റ്റർ ദാസ്. ഓക്കെ, ഇവർ രണ്ടുപേരിലാണ് എന്ത്? വെൽ ഡെവലപ്ഡ് പിത്ത് ഉള്ളത്. അപ്പൊ ആ റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത്, ഈ ഒരു റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത് ഏതിലാണ്? നമ്മളുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. 2 or 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് നമ്മളുടെ ഡയാർക്ക് ഓർ ടെട്രാർക്ക് കണ്ടീഷൻ കാണുന്നത് നമ്മളുടെ ഡൈക്കോട്ട് റൂട്ടിലാണ്. കൺജോയിൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം എന്ന് പറയുമ്പോൾ എൻഡാർക്ക് സ്റ്റെമ്മിലാണ് കാണുക. സോ ദാറ്റ് ഇസ് സ്റ്റെം. റെഡി? സെറ്റ് അല്ലേ? റെഡി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും ആണ്. ഏതെങ്കിലും 3 ഡിഫറൻസസ് പറയാനാണ് പറഞ്ഞത്. ഒന്ന് നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടെ റിംഗ് അറേഞ്ച്മെന്റ് ആണ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയാം. ഇവിടെ സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽ ആണെന്ന് പറയാം. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടെ കോളൻ കൈമാറ്റിസ് ഹൈപ്പോഡെർമിസ് ആണ്, ഇവിടെ സ്ക്ലീറൻ കൈമാറ്റിസ് ഹൈപ്പോഡെർമിസ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ എന്താ പറയാൻ പറ്റുക നമുക്ക്? പിന്നെന്ത് പറയാം? ട്രൈക്കോംസ് ആർ ആബ്സെന്റ് ഇൻ മോണോക്കോട്ട് സ്റ്റെം അല്ലെ. മോണോക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ആബ്സെന്റ് ആണ്. പിന്നെ ഇവിടെ ഹൈപ്പോഡെർമിസിന് താഴേക്ക് കുറെ ആൾക്കാരുണ്ട്. ഇവിടെ എന്തില്ല? ഹൈപ്പോഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ നോ കോർട്ടെക്സ്, നോ പെരിസൈക്കിൾ, നത്തിങ് അല്ലെ. ഒരു ഗ്രൗണ്ട് ടിഷ്യൂവിൽ നമുക്ക് കുറെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് മാത്രമേ നമുക്ക് കാണുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the TS of a plant part given below. Identify the plant part and explain any 2 features എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ഏതാണ്? നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ് പാർട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ കോളൻ കൈമാറ്റിസ് ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതെന്താണ്? ഡൈക്കോട്ട് സ്റ്റെം ആണ് അല്ലെ. യെസ്, ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഡൈക്കോട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി അല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ അനാറ്റമീന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQs എന്ന് പറഞ്ഞത്. സോ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുകയാണ്. സോ ഒരു ഹാർട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു ഓൾ ദി ബെസ്റ്റും കൂടി കമന്റ് ചെയ്യുക. ഓക്കെ മക്കളെ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തകർത്ത് എഴുതാം നമ്മുടെ ബോട്ടണിയും സുവോളജിയും ഒക്കെ.